അത്തത്തിൻ്റെ കച്ചവടം വളരെ കുറവാണ്. പിന്നെ ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വയനാട് അത് നമുക്ക് വളരെയേറെ വിഷമമുള്ള കാര്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്കൊരു ദുഃഖവുമില്ല. ഓരോ വീട്ടിലും ഓരോ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഇല്ലാതെ രാവിലെ ഉണർന്നതാണ്. അതിൽ നിന്ന് വിഷമമൊന്നുമില്ല. ഇത് അതുകൊണ്ട് നമുക്ക് അതിലൊന്നും പ്രയാസമില്ല. പക്ഷേ ഇതാണ് ഈ കച്ചവടം ഇങ്ങനെ ആയത്. കുറവാണ്, ആഘോഷങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഓണക്കാലം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അത്തപ്പൂക്കളമാണ്. നമുക്കിവിടെ നമ്മുടെ ചുറ്റും കാണുന്നത് ജമന്തിയും മറ്റു പൂക്കളുമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വയനാട് ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ സർക്കാർ ഓണാഘോഷ പരിപാടികൾ നിർത്തിവെച്ചിരുന്നു. ചെറിയ രീതിയിലെങ്കിലും മലയാളികൾ ഓണം ആഘോഷിക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യാപാരികളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ായിട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അതായത് കഴിഞ്ഞ വർഷത്തെ അത്തം എന്ന് പറഞ്ഞാൽ നല്ല അത്തമായിരുന്നു, നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ അത്തത്തിനെ സംബന്ധിച്ചോളം നമുക്ക് പറയേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലെല്ലാം ഈ വയനാട് ദുരന്തമായിട്ട് അത്തവും വേറെ ഈ ഓണാഘോഷ പരിപാടിയും നടന്നില്ല. വയനാട് ദുരന്തം സംബന്ധിച്ചോളം നമുക്ക് വളരെ വിഷമം തന്നെയാണ്. നമ്മളെ വീട്ടിലെ കുട്ടികളും നമ്മളെ സഹോദരങ്ങൾക്ക് എന്ന് സംഭവിച്ചുള്ള വിഷമം പോലെ തന്നെയാണ് ഈ വയനാട് സംഭവിച്ചു. അതിൽ നമുക്ക് ദുഃഖമൊന്നുമില്ല. ആ ഒരു പ്രചാരണത്തോടെ തന്നെയാണ് ഓണത്തിൻ്റെ വളരെ മാറ്റു കുറഞ്ഞു. പിന്നെ കച്ചവടം, അതായത് പ്രൈവറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള ഇതിൽ മാത്രമാണ് ആൾക്കാർ വാങ്ങുന്നത്. അതായത് ഓരോ ആൾക്കാർ 7,500 രൂപ 10,000 രൂപയ്ക്ക് വാങ്ങിച്ചവരൊക്കെ നമ്മളത് വാങ്ങിച്ചത് 500 രൂപയ്ക്കും 700 രൂപയ്ക്കൊക്കെയാണ്. ഇനി ആകെയുള്ളൊരു കച്ചവടം സ്കൂൾ കോമ്പറ്റീഷനാണ്. അതായത് 13-ാം തീയതി സ്കൂൾ അടയ്ക്കുന്ന ദിവസം, അതാണ് നമ്മളെ ഏകത്. പിന്നെ കല്യാണം വരുന്നെങ്കിൽ മുല്ലപ്പൂവും പിച്ചിപ്പൂവും കച്ചവടം നടക്കും. അത്തത്തിൻ്റെ കച്ചവടം വളരെ കുറവാണ്. പിന്നെ ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വയനാട് അത് നമുക്ക് വളരെയേറെ വിഷമമുള്ള കാര്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്കൊരു ദുഃഖവുമില്ല. ഓരോ വീട്ടിലും ഓരോ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഇല്ലാതെ രാവിലെ ഉണർന്നതാണ്. അതിൽ നിന്ന് വിഷമമൊന്നുമില്ല. ഇത് അതുകൊണ്ട് നമുക്ക് അതിലൊന്നും പ്രയാസമില്ല. പക്ഷേ ഇതാണ് ഈ കച്ചവടം ഇങ്ങനെ ആയത്. അത്തവിടാൻ തന്നെയാണ് ഈ വർഷത്തെ ഓണപരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഇങ്ങനെ അത്തപ്പൂ അതെ, ഞങ്ങൾ ഡാൻസ് സ്കൂളത്തേക്ക് വേണ്ടിയിട്ടാണ്. വേദ കോളേജ്. എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണെന്നോ കുറവാണെന്നോ തോന്നുന്നത്? കൂടുതൽ. പിന്നെ നമ്മള് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് വാങ്ങുക. അപ്പൊ ഈ വർഷം വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാതെയാണ് സർക്കാർ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇനി ഇവിടെ പൊതുവെ കുറവാണ്, ആഘോഷങ്ങളൊക്കെ കുറവാണ്. പിന്നെ വേണ്ടിയിട്ട് അത്തപ്പൂടുന്നു, സദ്യ കഴിക്കുന്നു. ജമന്തിയും ചെണ്ടുമല്ലിയും മലയാളികളുടെ കൺകുളിർക്കുന്ന കാഴ്ചകളിതാ ചാല മാർക്കറ്റിനുള്ളിൽ. അപ്പോൾ ഈ വർഷത്തെ ഓണം വയനാടിനെ ദുരന്തത്തോടനുബന്ധിച്ച് കുറച്ച് വിഷമത്തോടെയാണ് മലയാളികൾ ഓർക്കുന്നത്. എന്തായാലും പൂക്കച്ചവടക്കാർ കുറച്ച് ദുരിതത്തിലാണ്. വയനാട് ദുരന്തം ഏറ്റവും പ്രഹരമേൽപ്പിച്ചത് ഈ ഒരു പൂക്കച്ചവടക്കാരെയാണ്. എന്തായാലും അടുത്ത വർഷം നമുക്ക് ഇതിലും നന്നായി ഒരു ഓണം ആഘോഷിക്കാം. എന്തായാലും ഇപ്പോൾ BMTVയുടെ വക എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.